Okay, all of you mark the attendance. എല്ലാവരും attendance mark ചെയ്തു. എന്താണ് കൊടുക്കാം ഓക്കെ, അപ്പൊ അഴകുള്ള ചങ്ങാതിമാർ എന്നൊരു കവിത നമ്മളെ പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളത് പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി അടുത്തതിലേക്ക് പോയിക്കോട്ടെ. എന്തേ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടോ? അല്ല, ഉറങ്ങിയെഴുന്നേറ്റോ എല്ലാവരും? ഓക്കെ, എല്ലാവരും ഉഷാറാണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേജ് നോക്കിയേ. എന്താണ്, ഏതാണ്? 16 അല്ലേ? പേജ് നമ്പർ 16 16. ഓക്കെ, എന്താണ് അതില്? വന്നല്ലോ പൊന്നോണം. അപ്പൊ വന്നല്ലോ പൊന്നോണം എന്നാണ് അല്ലേ? കഴിഞ്ഞ ദിവസേ എടുക്കണമായിരുന്നു അല്ലേ ഇത്? ഇപ്പൊ പോയല്ലോ പൊന്നോണം എന്ന് പറയണം അല്ലേ? വന്നു പോയില്ലേ? ഇനി അടുത്ത വർഷമാവണല്ലേ പൊന്നോണം വരാൻ. അപ്പൊ ഓണം ആരാണ് നമ്മുടെ നാട് കാണാൻ വരുന്നത്? ഓണത്തിന് ഓണമൊക്കെ കഴിഞ്ഞു. മാവേലി നാട് കാണാൻ ഓക്കെ, മഹാബലിയാണ് നാട് കാണാൻ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ മഹാബലി നാട് കാണാൻ വരുന്ന ദിനമാണ് പൊന്നോണമായി നാം ആഘോഷിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എല്ലാവരും ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാ ഉണ്ടായത്? ഓണത്തിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പൂക്കളൊക്കെ ഒരുക്കി ഓണസദ്യയൊക്കെ ഒരുക്കി നമ്മള് മാവേലിയെ വരവേൽക്കും അല്ലേ? അപ്പോ മാവേലി പണ്ട് നാടുവാണ കാലം എങ്ങനെയായിരുന്നു? സമ്പൽ സമൃദ്ധമായിരുന്നു അല്ലേ? ഇതുപോലെ ഓണത്തിന് നമ്മൾ ആഘോഷിച്ച പോലെ ആയിരുന്നു എല്ലാ ദിവസവും. അപ്പോ മഹാബലി നാട് കാണാൻ വരുന്ന ദിവസവും അങ്ങനെ ആയിരിക്കണം അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമാവുകൊണ്ട് മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിനമാണ് ഓണം. ഓണമായി നമ്മള് തിരുവോണമായി നമ്മള് ആഘോഷിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ വന്നല്ലോ പൊന്നോണം. അപ്പൊ പൊന്നോണത്തിനെ പറ്റി ഇപ്പൊ പറയുമ്പോ നിങ്ങക്ക് നല്ല പോലെ ഓർമ്മയുണ്ട് അല്ലേ? ഓണം കഴിഞ്ഞതേ ഉള്ളൂ, എന്തൊക്കെയായിരുന്നു ഓണത്തിന് എന്നൊക്കെ ഓർമ്മയുണ്ട് അല്ലേ? അപ്പൊ ഓണാഘോഷം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എന്താ വരികള്? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. കുറെ ഉണ്ട് വരികള് അല്ലേ? നമുക്കിവിടെ 2 വരികളേ ഉള്ളൂ. എന്ത്? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അല്ലേ? എങ്ങനെയായിരുന്നു മഹാബലി നാടുവാണ കാലം? മനുഷ്യരെല്ലാരും ഒന്നുപോലെ നല്ല സന്തോഷത്തോടെ വാണിരുന്ന കാലമാണ് അല്ലേ? കള്ളവും ചതിവും ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ലാതെ നല്ല മനുഷ്യരായി ജീവിച്ച ഒത്തുജീവയോടെ ജീവിച്ച കാലമായിരുന്നു അല്ലേ? അപ്പൊ അതാണ് പറഞ്ഞത്, മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അപ്പൊ മഹാബലിയാണ് ഓണത്തിന് നമ്മളെ കാണാൻ വരുന്നത് അല്ലേ? തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിനമാണ് ഓണം എന്ന് പറഞ്ഞു അല്ലെ? ഓണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല പുത്തൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പൂക്കളൊക്കെ ഒരുക്കി ഓണസദ്യയൊക്കെ ഉണ്ടാക്കി ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ ആഹ്ലാദത്തിൽ അങ്ങനെ കഴിച്ചു കൂട്ടും അല്ലേ? എന്തിനാ? ഒരു സങ്കല്പമുണ്ട്, എന്ത്? മഹാബലി നമ്മളെ കാണാൻ വരുന്നുള്ള അല്ലെ? അതിനാണ്. ഓക്കെ, അപ്പൊ ഈ മഹാബലി എങ്ങനെയാ പോയത്? ഇവിടുന്ന് ഇത്ര നല്ല രാജാവ് എങ്ങനെയാ പോയത്? എന്തിനാ പോയേ? അറിയോ? ഇല്ലേ? വാമനൻ ചവിട്ടി താഴ്ത്തിയതാണ് അല്ലേ പാതാളത്തിലേക്ക്. ഓക്കെ,
അപ്പൊ നമുക്ക് ആ കഥയൊക്കെ കുറച്ച് വലിയ കഥയൊക്കെ അടുത്ത് കുറെ വലുതാവുമ്പോ പഠിച്ചു വരാം അല്ലേ ഓണത്തിനെ പറ്റിയൊക്കെ. അപ്പൊ ഓണത്തിന് മഹാബലിയാണ് നാട് കാണാൻ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് 2 ലൈൻസ് ഉള്ളത്? മാവേലി നാടുവാൻ ഇടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓക്കെ, അപ്പൊ ആ ഒരു പേജ് കണ്ടോ മക്കളെ? പഠിച്ചോ വരി? ആരാ പഠിച്ച ആ വരികള്? ആരൊക്കെ പഠിച്ചു? ആരൊക്കെയാ പഠിച്ചേ? 2 പേരെ പഠിച്ചുള്ളൂ? 3 പേര്? 4? ഓ, കുറെ പേരുണ്ട്. എന്നാ ഏതൊന്ന് പാടി എഴുതുന്നത്? ഏതൻ ജെ മാത്യു. മാവേലി മനുഷ്യല്ലോ ഒന്നുപോലെ. ഓക്കെ, നെക്സ്റ്റ് ആരാ കൈപൊക്കിയേ? ഇവിടെ അഭിനവ് കൈപൊക്കിയിട്ടുണ്ടായിരുന്നു. മാമാടി താളം കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓക്കെ, നെക്സ്റ്റ് ഡെൽവിൻ പഠിച്ചോ? ഡെൽവിൻ ബിജു പാട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓക്കെ, നെക്സ്റ്റ് ഇഷാനി. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും പോലെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് ഷാസില്. മുഹമ്മദ് ഷാസില്. മാവേലി നാടു കാണാൻ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ ഇവിടെ കൈപൊക്കിയേ? വൈഗ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആ മൊത്തത്തോടെ ആപത്തില്ല കാലം കള്ളവുമില്ല. വൈകൊക്കെ അറിയോ അത് മുഴുവൻ? അത്രേ അറിയില്ലോ അല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ആദിയാമധു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇവാന ബിജു പഠിച്ചോ? മാവേലി നാടുവാണിടും കാലം ഒന്നുപോലെ. എന്താണ് ഇവാന, ചിരി വരുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് മെഹഫൂസ്. മുഹമ്മദ് മെഹഫൂസ് അലി. മാവേലി നാല് വാടിയിടും
പാട് പാട് നല്ല കേക്ക്. ഓക്കെ വെരി ഗുഡ് മെഹഫൂസേ. ഒന്നുകൂടി മിസ് പാടണോ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കണ്ടോ അമ്മ പാടുന്ന കേട്ടോ. ഓക്കെ നെക്സ്റ്റ് റിയാൻ. റിയാൻ പഠിച്ചോ? റിയാനെ പഠിക്കോ. മാവേലി നാട് നാടു നാട് വാഴുന്ന കാലം അർത്ഥം. കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാരും ഒന്നുപോലെ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഏബൽസിൻഡോ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? അൻവിത. മാവേലി നാടുവാണിടും കാലം ഒന്നുപോലെ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആദിശ്രീ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് അഹല്യ. അഹല്യക്കുട്ടി പാടിക്കോ, മിസ് പാടിത്തരാം. മാവേലി നാടുവാണിടും കാലം. പാട്. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഒന്നുപോലെ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ മെഹർ. ഫാത്തിമ അൺമ്യൂട്ട് ചെയ്ത മോളെ. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് നൂഹാസ്മി. മാവേലി വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് വിദ്യുദ്ര. മാവേലി നാടു വാണിടും കാലം മനുഷ്യനെല്ലാരും ഒന്നുപോലെ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഹേൽജോ ഫെലിക്സ്. ഹേൽജോ അൺമ്യൂട്ട് ചെയ്തേ. മാവേലി കാലം കാലം മനുഷ്യരെല്ലാരും ഒന്ന് ചേർന്നു. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് എയ്ഡൻ തോമസ്. മാവേലി നാടുവാണിടും കാലം
മനു ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിഷ്. ആദിഷ് ഇല്ലേ മോനെ എവിടെ? ആദിഷേ, ആദിഷ്, ആദിഷിനെ കാണാനില്ലല്ലോ. ആദിഷ് ഇല്ലേ അവിടെ? ഓക്കെ, എല്ലാരും പാടിയില്ലേ? പാടിയോ? അപ്പൊ ഇന്ന് നമ്മള് അഴകുള്ള ചങ്ങാതിമാർ എന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മാവേലിയുടെ ഒരു പാട്ട് അല്ലേ, അത് 2 ലൈനേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെക്കണേ മക്കള്. ഓക്കെ, അടുത്ത് നമ്മൾ ഏതാണ് ഇനി പഠിക്കാനുള്ളത്? ചിഹ്നങ്ങളിലാണ് അല്ലേ. വീണ്ടും നോക്കിയ അടുത്ത പേജ് ചിഹ്നങ്ങളല്ലേ. നിങ്ങൾ ഈ പുസ്തകത്തിൽ വേണ്ട പൂക്കളിടുന്നെല്ലാം കണ്ടോ? അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇനി നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. വായിക്കാം എഴുതാം എന്നുള്ളത് പേജ് നമ്പർ 17. നല്ല ഒരു ക്ലാസ് കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ഇനി 17ാമത്തെ പേജില് അല്ലേ ചിഹ്നങ്ങളുണ്ട് അല്ലേ. നോക്കിയേ, നോക്കിയേ മക്കള്. വായിക്കാം എഴുതാം, അതിലേതാണ് ചിഹ്നം നോക്കിയേ. എന്താണ് പിക്ചർ കാണുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ചെവി. ചെവി. ഓക്കെ, വെരി ഗുഡ്. ചെവി അല്ലേ. നെക്സ്റ്റ് പിക്ചർ എന്താ? ഏതാ അടുത്തത്? ഷഹല ഇപ്പൊ വന്നു, ഇപ്പൊ എത്തിയതേ ഉള്ളൂ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ എന്താ? പേന. ഫസ്റ്റ് വൺ ചെവി, നെക്സ്റ്റ് പേന. അടുത്തത് എന്താ? തേർഡ് വൺ പിക്ചർ മൈന അല്ലേ. മൈനനെ കണ്ടോ? കണ്ടോ മക്കളെ? മൈന. ഓക്കെ, അപ്പൊ ചിഹ്നങ്ങൾ വരുമ്പോ നമ്മളിപ്പോ ആ ഈ ഊ എന്താ ഉള്ളത്? ശാസ്ത്രീയ കാണിച്ചേ, നിങ്ങളുടെ പേജ് കാണിച്ചേ. ഓക്കെ ഓക്കെ, അത് തന്നെ ഉള്ളത് അല്ലേ. ഇതല്ലേ മിസ്സിൻ്റെത്. ഓക്കെ, അപ്പൊ ചെവി, പേന, മൈന. ഓക്കെ, അപ്പൊ ചിഹ്നങ്ങൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ആ ഈ ഊ വരെയുള്ള ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓർമ്മയുണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഏതാ പഠിക്കാൻ പോകുന്നേ? എ എന്ന ചിഹ്നമാണ് അല്ലെ. എ എന്ന ചിഹ്നം ചെവി എഴുതുമ്പോ എ എന്ന ചിഹ്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എ എന്ന ചിഹ്നം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് എ എന്ന ചിഹ്നം നമ്മൾ എഴുതുന്നതെന്ന് കാണിച്ചു തരണ്ടേ? ഓക്കെ, അതില് ശ്രദ്ധിക്കണേ, എങ്ങനെ എഴുതും നോക്കാം. അപ്പൊ ആദ്യം ഫസ്റ്റ് വൺ നമ്മൾ എഴുതണം എ എന്ന സ്വരാക്ഷരം എഴുതി. ഇതാണ് എ എന്ന സ്വരാക്ഷരം. അപ്പൊ അതില് ഹൈഫൺ ഇട്ടിട്ട് എന്ത് എഴുതണം? ചിഹ്നമായ എ. ഏതാ ചിഹ്നം? ഓക്കെ, ഇതാണ് ചിഹ്നം അല്ലെ. എ എന്ന ചിഹ്നാണ് ഇത്. ഓക്കെ, എങ്ങനെയാ? ഉണ്ടോ? എഴുതാൻ പഠിച്ചോ? ഒരു ചുരുക്കിട്ടിട്ട് റാ എഴുതും പോലെ ഉണ്ട് അല്ലെ. ഇവിടുന്ന് ഒരു ചുരുക്കിട്ടു, ഇങ്ങനെ എടുത്തിട്ട് ഇവിടേക്ക് വെച്ചു. ഇതാണ് എ എന്ന ചിഹ്നം. ഓക്കെ, എഴുതി നോക്കി എല്ലാവരും. all of you take your slate and pencil. എന്നിട്ട് എഴുതി നോക്കിയേ. ഇതാണ് ചിഹ്നം. കണ്ടോ മക്കള്? കാണുന്നുണ്ടോ? അപ്പോ ഈ ചിഹ്നാണ് എ എന്ന ചിഹ്നം. അപ്പൊ ചെവി എന്ന് എഴുതുമ്പോ ഏത് ചിഹ്നം വരും? ചെവി. ചെവിന്ന് എഴുതുമ്പോ ഏതാ ചിഹ്നം വരുന്നത്? എ ചിഹ്നം അല്ലേ. ചാക്ക് മുന്നിൽ ഏത് ചിഹ്നം ഇടണം? എ എന്ന ചിഹ്നം യൂസ് ചെയ്യണം.
ഓക്കെ ചേ. അപ്പൊ മായാണെങ്കിൽ എന്ത് വരും ഷാസിൽ? മേ. മേ വേണ്ട മേ അല്ലേ? ഇനി വായാണെങ്കിലോ? വായാണെങ്കിൽ എന്ത് വരും? ഏ ചിന്നൂട്ട വാന്നാണോ? ഏ ചിന്നൂട്ടാല് വേ. മായാണെങ്കിൽ മേ, ചായാണെങ്കിൽ ചേ, തായാണെങ്കിൽ തേ, വേ വായാണെങ്കിൽ വേ. ഓക്കെ ക്ലിയർ ആണോ? യെസ്. അടുത്ത് ഇവാന മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എ ആണെങ്കിൽ എന്ത് വേണം? അപ്പൊ നമ്മൾ ചെവി, നമ്മൾ പഠിച്ച അക്ഷരം ഏതാ? ചെവി അല്ലേ? ഇത് മിസ് കളിന്നേ. ഓക്കെ. അപ്പൊ എ എന്ന ചിഹ്നം എങ്ങനെയാ? എ എന്ന ചിഹ്നം എഴുതാൻ പഠിച്ചോ? എ എന്ന ചിഹ്നം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എക്സാമ്പിൾ എഴുതുമ്പോ ചെവിന്ന് എഴുതുമ്പോ എ ചിഹ്നിട്ടു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ച എന്ന അക്ഷരം. ഓക്കെ. അപ്പൊ എന്തായി? ചേ ആയി. ഓക്കെ. അപ്പൊ വായാണെങ്കിൽ എന്താവും? വേ. തായാണെങ്കിൽ എന്താവും? തേ അല്ലേ? ഓക്കെ. അത് വൃത്തിയിൽ എഴുതാം മിസ്. അപ്പൊ തായാണെങ്കിൽ തേ. ഓക്കെ. തായാണെങ്കിൽ തേ എന്നാണ് വായിക്കുക നമ്മള് അല്ലെ? എ എന്ന ചിഹ്നമാണ് മിസ് പറഞ്ഞു വരുന്നത്. ഓക്കെ. അപ്പോ ചേ, വേ, തേ. നെക്സ്റ്റ് മായാണെങ്കിൽ എന്താവും? മായാണെങ്കിൽ എന്താവും മക്കളെ? മേ. മേ എന്നാണ് ആവുക. അപ്പൊ മായാണ്, മാ വെച്ചാണ് എഴുതണ്ടെങ്കിൽ മേ. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞേ മക്കള്. ചേ ചെവി. ഓക്കെ. അതേപോലെ മെതി മെതി എഴുതാവാണെങ്കിൽ അല്ലേ? നെക്സ്റ്റ് എന്താണ്? ചെവി. ഒന്ന് ചെവി. ഇനി എക്സാമ്പിൾ പറഞ്ഞേ. ഏ ചിഹ്നത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഒന്ന് ചെവി, രണ്ട് മെതി ഞാൻ പറഞ്ഞു. ഇനിയോ? ചെടി. ചെടിയില്ലേ? എക്സാമ്പിൾ ഒന്നും ഇല്ലേ? എല്ലാരും മറന്നുപോയോ? എവിടെ ഇഷ്ടം പോലെ വരുന്നാണോ നിങ്ങൾക്ക്? ആർക്കാണ് മ്യൂട്ട് ചെയ്യണ്ടേ? അല്ല അൺമ്യൂട്ട് ചെയ്ത് തരണ്ടേ? പറയാനുണ്ടോ? പറഞ്ഞോ ഇഷാനി. ചെടി. നെക്സ്റ്റ് വൺ. അടുത്ത ആരാ പറഞ്ഞേ? ആദിശ്രീ. വെട്ടം. വെരി ഗുഡ്. വെട്ടം. ഓക്കെ. നെക്സ്റ്റ് ഏതൻ ജെ മാത്യു. എക്സാമ്പിൾ പറഞ്ഞേ. ഉണ്ടോ മനസ്സില്? വേറെ ആർക്കാ ഉള്ളത്? റിയാൻ. എന്താ റിയാൻ? അൺമ്യൂട്ട് ചെയ്യടാ. ചേന വരില്ലടാട്ടെ. ചേ ഏ ചിഹ്നല്ലേ? എക്സാമ്പിൾ എ എന്നല്ല, എ. ചേ ഏ ചിഹ്നേ മിസ് പറഞ്ഞുള്ളൂ. എ എന്ന ചിഹ്നത്തിലേക്ക് എത്തണത്രേ. യെസ് അൻവിത. ചെടി. ഓക്കെ വെരി ഗുഡ്. ചെണ്ട. വെരി ഗുഡ്. ചാക്ക് എ ചിഹ്നാണ് അല്ലേ? എ ചിഹ്നിട്ടു ചെണ്ട. ഓക്കെ. എക്സാമ്പിൾ കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൈഗ. തെച്ചി. ഓക്കെ വെരി ഗുഡ്. തെച്ചി. താക്ക് എ എന്ന ചിഹ്നിട്ടു തെച്ചി. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ഇനി ആർക്കെങ്കിലും ഉണ്ടോ? എന്താണ് മെഹഫൂസേ?
എന്താണ് ഹെൽജോ? എന്താണ് നൂഹ? പറഞ്ഞോ എക്സാമ്പിള്. ചെമ്പരത്തി. വെരി ഗുഡ്. ചെമ്പരത്തി. നെക്സ്റ്റ്. എന്താണ് ഹെൽജോ പറയുന്നേ? പറഞ്ഞോ. എന്താടാ? അൺമ്യൂട്ട് ചെയ്യ്. എന്തടാ? എന്താണ് മെഹഫൂസേ? ഓക്കെ, പെൻസിൽ. എ എന്ന ചിഹ്നാണ് പെൻസിലിന് അല്ലേ? പെൻസിൽ. നെക്സ്റ്റ് വൺ എന്താണ് ഫാത്തിമ മെഹറിന് പറയാനുണ്ടോ? ചെരുപ്പ്. വെരി ഗുഡ്. ചെണ്ടുമല്ലിക. ഓക്കെ. നെക്സ്റ്റ്. അടുത്തേതാ? ചെമ്പോത്ത്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഇപ്പോഴാണ് ഉഷാറായത് എന്റെ മക്കള് അല്ലേ? ഓക്കെ. അപ്പൊ എ എന്ന ചിഹ്നത്തിന് ഒരുപാട് എക്സാമ്പിൾ വന്നു അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഏതാണ് പഠിക്കാനുള്ളത്? ഇന്ന് എ മതിയല്ലേ? ഒരുപാടായിട്ട് എല്ലാം കൂടെ. എന്താണ് ഏബിൾസിന്റെ ഒക്കെ എന്തോ പറയാനുണ്ട് കേട്ടോ. പറഞ്ഞോ. അൺമ്യൂട്ട്. മനസ്സിലായില്ല? തെക്ക്. വെരി ഗുഡ്. തെക്ക്. ഓക്കെ. തെക്ക് ഏ ചിഹ്നാണല്ലേ? ഓക്കെ. അപ്പൊ എ എന്ന ചിഹ്നം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? എ എന്ന ചിഹ്നം എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായോ? ഒന്ന് എഴുതി കാണിച്ചേ എല്ലാവരും സ്ലേറ്റില്. എ എന്ന ചിഹ്നം എങ്ങനെയാ എഴുതണ്ടേ? എന്താ അഹല്യക്ക് പറയാനുള്ളത്? പറഞ്ഞോ അൺമ്യൂട്ട് ചെയ്തിട്ട്. ചെടി. തൊടി ആവില്ലടാ. ഓ ചിഹ്നല്ലേ? ഏ ചിഹ്നേ വരാൻ പാടുള്ളൂ. പൊടി ആവില്ല കേട്ടോ. ഓ ചിഹ്നായില്ലേ? ഇപ്പൊ ഏ എന്ന ഉച്ചാരണേ വരാൻ പാടൂ. ഓക്കെ. എ എന്ന അക്ഷരം എഴുതുക, അതിന്റെ ചിഹ്നം എഴുതുക, എക്സാമ്പിൾ എഴുതുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എ എന്ന ചിഹ്നം നിങ്ങൾക്ക് മനസ്സിലായോ? എഴുതാൻ പഠിച്ചോ? ഓക്കെ. എല്ലാവരും എഴുതി പഠിച്ചത് എഴുതി കാണിച്ചേ നോക്കട്ടെ ആരൊക്കെ എഴുതിന്. ഓക്കെ, വെരി ഗുഡ്. ഷാസിൽ എഴുതി. നെക്സ്റ്റ് ഏതൻ തോമസ്. അടുത്ത ആരെഴുതി? ഹെൽജോ. അടുത്തത് ഇവിടെ വൈക കുറെ തവണ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അഭിനവ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇഷാനി എഴുതിയോ? ഇഷാനി. ഓക്കെ, വെരി ഗുഡ് ഇഷാനി. ഓക്കെ. അപ്പൊ എ എന്ന ചിഹ്നം പഠിച്ചോ എല്ലാവരും? മറന്നു പോവോ? എക്സാമ്പിൾ മറന്നു പോവോ? ഇല്ല അല്ലേ? അപ്പൊ ചിഹ്നങ്ങൾ കുറച്ചേറെയായേ. ആ, ഈ ചിത്രം വരച്ചിട്ടുണ്ടോ കുറെ? അഹല്യ. ഓക്കെ. എ എന്ന ചിഹ്നം എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോ ചിഹ്നങ്ങൾ മറന്നു പോരുതേ. ആ എന്ന ഒരു ദീർഘം, പിന്നെ ഈ ഒരു വള്ളി. ഒക്കെ അറിയാൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ചുരുക്ക് വള്ളി ഈ. ഊ എന്ന ചിഹ്നം മറക്കരുത്. ഊ. നെക്സ്റ്റ് എ. ഇത്രയും ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അടുത്ത ക്ലാസ്സിലേക്ക് മറന്നു പോരുത് കേട്ടോ. ഓക്കെ. നമ്മളിപ്പോ എന്താ അക്ഷരദീപത്തിൽ എഴുതുന്നേ? അക്ഷരദീപം ബുക്കിൽ എന്താ എഴുതുന്നേ ഇപ്പോ? മിസ്സിനൊരു അക്ഷരദീപം ബുക്ക് കാണിച്ചു തരുമോ ആരെങ്കിലും? ഓക്കെ, വെരി ഗുഡ് അൻവിത. ഒരു അക്ഷരദീപം ബുക്ക് കാണിച്ചു തരുമോ ആരെങ്കിലും? നമ്മുടെ കേഴ്സീവ് ബുക്ക്. ഒന്ന് കാണിച്ചു ഷാനി. ആയിത്തിയോ? അതാണോ ഉള്ളത്? തൊട്ട് പുറകെ എന്താടാ?
ഓ, വ്യഞ്ജനാക്ഷരങ്ങള് തൊട്ട് മുന്നെയോ സ്വരാക്ഷരങ്ങൾക്ക് മുന്നേ അത് തന്നെയാണ് സ്റ്റാർട്ടിങ് അല്ലേ? ഓക്കെ, അപ്പൊ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു. അല്ലേ സ്വരാക്ഷരങ്ങള്? അപ്പൊ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ LKG പഠിച്ചല്ലേ? അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? അത് കംപ്ലീറ്റ് ചെയ്തു. ഓരോ പേജ് എഴുതണേ. വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതണ്ട. പിന്നെ വരുന്ന എന്താ മോളെ? വ്യഞ്ജനാക്ഷരങ്ങളും കഴിഞ്ഞിട്ട് എന്താ വരുന്നേ? കഴ്സീവ് ബുക്ക് മിസ്സിന്റെ എന്താണ്? റിയാൻ ഏതാ? പറ പറ എന്ന് എഴുതണ്ടോ? അതേതാ റിയാൻ കാണിക്കുന്ന? കാണിച്ചേ, ശരിക്കും കാണിച്ചേ. ചാച്ച ചാച്ചല്ലേ? അല്ല, പറ. അത് കഴിഞ്ഞിട്ട് പറ തറ എന്നെല്ലാം ഉണ്ടോ ഇഷാനി? ഇത് പിന്നെ ഏതാ മോനെ? പന പറ എന്നല്ലോ. അത് എഴുതണേ കേട്ടോ. അത് നമ്മൾ പഠിച്ചു ഇപ്പൊ. തറ, പറ, പന അതൊക്കെ എഴുതണേ. കഴ്സീവ് ബുക്ക് കംപ്ലീറ്റ് ആക്കണേ. ഓക്കെ, വ്യഞ്ജനാക്ഷരങ്ങൾ എവിടെ വെച്ചോ? നമ്മൾ എഴുതിയ പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കഴ്സീവ് ബുക്ക് കേട്ടോ. അതുപോലെ 2 ലൈൻ ബുക്കിൽ എഴുതണേ. നമ്മളിപ്പോ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെക്കണം 2 ലൈൻ ബുക്കില്. ഇന്നിപ്പോ ഇതാ ഒരുപാട് വാക്കുണ്ട്. ഏത്? എ എന്നതില് എ ചിഹ്നമുള്ളത് വരുന്നത് എഴുതുക. ചെവി. പിന്നെന്താ എക്സാമ്പിൾ തന്നിട്ടില്ല നിങ്ങൾക്ക്? മെദീനാണോ? അത് എഴുതുക. ഇവിടെ മെതി ചെടീനാ ഉള്ളത്. നിങ്ങൾക്ക് മതി, മെതി അങ്ങനെ ആയിരിക്കും അല്ലേ? ഓക്കെ, അത് എഴുതണേ. കഴ്സീവ് ബുക്കിൽ എഴുതണം. ഓക്കെ. ഡെൽവിൻ ബിജു ഇവിടെ ചെവി എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോ 2 ലൈൻ ബുക്ക് കംപ്ലീറ്റ് ചെയ്യണേ. അതിലും കഴ്സീവ് ബുക്കും ഇടയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. വ്യഞ്ജനാക്ഷരങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടില്ല, അത് മിസ് പഠിപ്പിക്കും. ഇപ്പൊ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കും. ഓക്കെ, കുറച്ചങ്ങ് എത്തുമ്പോ ഇതുണ്ടോ വായിക്കാം, എഴുതാം, കരടി നെല്ലുള്ളേ ഉണ്ട്. അവിടെ എത്തുമ്പോ പഠിക്കാം കേട്ടോ. ഓക്കെ, അൻവിതൊക്കെ എന്താ പറയാനുള്ളത്? ചിഹ്നങ്ങൾ എഴുതിയിട്ടില്ലോ? എക്സാമിൽ എഴുതിട്ടാ? ചിഹ്നങ്ങളെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. എക്സാമ്പിൾ അറിയില്ലേ മോക്ക്? അറിയാ. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ എഴുതി നല്ല ചാർട്ട് തയ്യാറാക്കി വെച്ചോ വീട്ടില്. എക്സാമിന് എഴുതിട്ടേ? എക്സാമ്പിൾ എഴുതിട്ടാ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ നോട്ടിൽ എഴുതി അവിടെ നിന്നോട്ടെ, കളയണ്ട. നിങ്ങൾ നല്ലൊരു ചാർട്ട് തയ്യാറാക്കി വെച്ചോ. നിങ്ങൾക്ക് കാണാൻ എപ്പോഴും പഠിക്കാൻ എളുപ്പമായില്ലേ? എന്തൊക്കെ എഴുതണം? സ്വരാക്ഷരായ ആ എഴുതുക, അതിന്റെ ചിഹ്നം എഴുതുക, എക്സാമ്പിൾ എഴുതുക. ഓക്കെ, പിന്നെ അടുത്ത സ്വരാക്ഷരം എഴുതുക, അതിന്റെ ചിഹ്നം എഴുതുക, എക്സാമ്പിൾ എഴുതുക. അങ്ങനെ വലിയൊരു ചാർട്ട് തയ്യാറാക്കിക്കോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ല വൃത്തി പഠിച്ചൂടെ? കാർഡ്ബോർഡിലോ അങ്ങനെയൊക്കെ ഒട്ടിച്ചിട്ട് നല്ല ചാർട്ട് തയ്യാറാക്കി വെച്ചോ. ചിഹ്നങ്ങൾ കംപ്ലീറ്റ് ആവും കേട്ടോ. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ എ എന്ന ചിഹ്നം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അഴകുള്ള ചങ്ങാതിമാർ എന്നൊരു പോയം പഠിച്ചിട്ടുണ്ട്. പിന്നെ മാവേലി നാടുവാൻ ഈടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓണത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? കിണ്ണത്തിലിട്ട് കിലുക്കിട്ട കല്ലും മണ്ണും പൊക്കിട്ട. ആരാ പാടിയേ? സൂപ്പർ ആയിട്ട് പാടി. ഓക്കെ, കിരി കിരി കിണ്ണന്താ. നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ ആ പാട്ട്. ഇപ്പൊ പാടുന്ന കേട്ടോ. ഓക്കെ, ബൈ.
ബൈ, സി യു. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ. ബൈ ബൈ. ഓക്കെ.